വേദനകളും സഹനങ്ങളും ദൈവം അനുവദിക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഉപരി നന്മ വരുന്നതിന് മുമ്പ് ഒരു സഹനം നമുക്കുണ്ടാവും. ഒരു വലിയ നന്മ വരുന്നതിന് മുമ്പ് ഒരു സഹനം നമുക്കുണ്ടാവും. ഉദാഹരണം, നവജാത ശിശുവിൻ്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരമ്മയുടെ പ്രസവവേദന എന്ന സഹനമുണ്ട്. ഒളിമ്പിക്സ് മെഡൽ എന്ന വലിയ സമ്മാനം കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ ഒളിമ്പിക്സ് മത്സരം പരിശീലനം എന്ന ഒരു സഹനമുണ്ട്. ഫസ്റ്റ് റാങ്ക് പരീക്ഷ കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ പരീക്ഷയുടെ ഒരുക്കം എന്ന ഒരു വലിയ സഹനമുണ്ട്. ഒരു വലിയ നന്മയുടെ പിൻപിൽ ഒരു വലിയ സഹനമുണ്ട്. ഒരു ഈറ്റക്കമ്പിൽ നിന്നും ഓടക്കുഴലിലേക്കുള്ള ദൂരം 9 ദ്വാരങ്ങളാണ്. 9 ദ്വാരങ്ങൾ വീഴുമ്പോൾ ഈറ്റക്കമ്പ് ഓടക്കുഴലായി മാറും. ഈറ്റക്കമ്പിൽ ദ്വാരം വീഴുന്ന ഈ നൊമ്പരം അനുഭവിച്ചാലേ ഒരു ഓടക്കുഴൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് കൃത്രിമ നക്ഷത്രങ്ങളുടെ കച്ചവടത്തെ ലോകത്തിലാണ് നമ്മൾ. പണ്ട് മനുഷ്യൻ്റെ കരം കൊണ്ട് നിർമ്മിക്കുന്ന നക്ഷത്രങ്ങളുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നു, ഈറ്റ വെട്ടി മുറിച്ച് അത് കഷ്ണം കഷ്ണമാക്കിയിട്ട് അത് നക്ഷത്രമാക്കി മാറ്റുന്നു. സുന്ദരമായ നക്ഷത്രം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ പുറകിൽ വെട്ടി കൂർപ്പിക്കപ്പെട്ട ഈറ്റക്കമ്പുകളുടെ ഒരു നൊമ്പരമുണ്ട്. ജീവിതത്തിൽ എപ്പോഴും പകുതി സഹനവും പകുതി സന്തോഷവുമാണ്. ഒരു ഓർഗൻ എടുക്കുക, പകുതി വെളുത്ത കട്ട, പകുതി കറുത്ത കട്ട. ഒരു ദിവസം എടുക്കുക, പകുതി രാത്രി, പകുതി പകൽ. അപ്പം ജീവിതത്തിൽ എല്ലാം പപ്പാതിയാണ്. പകുതി സന്തോഷം, പകുതി ദുഃഖം, പകുതി ചിരി, പകുതി കരച്ചിൽ, പകുതി വിജയം, പകുതി പരാജയം. ഇത് ജീവിതയാത്രയിൽ നമുക്ക് എല്ലാവർക്കും വെച്ചിട്ടുള്ളതാണ്. അതിന് മുമ്പിൽ തകരാതെ മുന്നോട്ട് പോകാൻ പറ്റണം. 7ാം ക്ലാസ് പാസ്സായാൽ 8ലേക്ക് കയറും, പരീക്ഷ എളുപ്പമാണ്. +2 കടുപ്പമാണ്, ജയിച്ചാൽ പ്രൊഫഷണൽ കോഴ്സ്, IAS, IPS, CA ഒക്കെ പഠിക്കാൻ നല്ല കട്ടിയാണ്. പക്ഷെ അത് പാസ്സായാൽ നല്ല ശമ്പളമുള്ള വലിയ ജോലി. പരീക്ഷ ചെറുതാണോ പ്രമോഷൻ ചെറുത്, പരീക്ഷ വലുതാണോ പ്രമോഷൻ വലുത്. ചെറിയ ഒരു സഹനം കഴിയുമ്പോൾ വലിയ ഒരു നന്മ വരും. വലിയ ഒരു സഹനം കഴിയുമ്പോഴും അതിനേക്കാൾ വലിയ നന്മ വരും. ചില മാതാപിതാക്കൾ മക്കൾ മൂലം കരയുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് ആ മക്കൾ മൂലം മാതാപിതാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ദൈവം നമുക്ക് സഹനം തരുമ്പോൾ നിരാശപ്പെടരുത്, തളരരുത്. ഒരു ഉപരി നന്മ ഇത് കഴിഞ്ഞ് ദൈവം തരുമെന്ന് നമ്മൾ ഓർത്തോണം. ഒത്തിരി കഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ മക്കൾ വഴി വലിയ നന്മ വരുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. നൊമ്പരങ്ങളിൽ തളരാതിരിക്കാം. നമ്മൾ നെല്ല് കണ്ടിട്ടുണ്ട്. നെല്ല് മില്ലിലിട്ട് കുത്തുമ്പോൾ അതിൻ്റെ ഉമ്മിയെല്ലാം പോയിട്ട് നല്ല അരിമണിയായിട്ട് വരും. നല്ല അരിമണി വരുമ്പോൾ അതിൻ്റെ പുറകിൽ കുത്തുകൊള്ളപ്പെട്ട നെന്മണികളുടെ സഹനമുണ്ട്. നെന്മണികൾ ആ സഹനം സഹിച്ചാലേ നല്ല അരി എന്ന ഉപരി നന്മയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങൾ സഹിക്കുമ്പോൾ, ഒത്തിരി കുത്തുകൾ എടുക്കുമ്പോൾ നല്ല തിളക്കമുള്ള നന്മയുള്ള മനുഷ്യരായി നമുക്ക് മാറും. സഹനം വരുമ്പോൾ തളരാതിരിക്കാം, തകരാതിരിക്കാം. ഒരു ഉപരി നന്മ ദൈവം തരുമെന്ന വിശ്വാസം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആ ചിന്തയെ ജീവിക്കുവാൻ, ആ കൃപയിലായിരിക്കുവാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.